ഹായ് മക്കളെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ മക്കളെ, ഇത് ദ നമ്പർ ഓഫ് 3x3 മെട്രീസസ് എ which can be formed using the elements of the set -2, -1, 0, 1, 2 such that the sum of all the diagonal elements of A transpose A is 5 is dash എന്നാണ്. ന്യൂമറിക്കൽ ചോദ്യമാണ്. എ ട്രാൻസ്പോസ് ഇൻറ്റു എ നമുക്ക് എന്ത് കിട്ടണം? 5 ആണെന്ന് തന്നിട്ടുണ്ട്. അത് 2x3 മെട്രിക്സുമാണ് അല്ലെ. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഒരു 2x3 മെട്രിക്സ് നമുക്കങ്ങ് ഫോം ചെയ്യാം. എ എന്ന് പേരുള്ള ഒരു 2x3 മെട്രിക്സ് എടുക്കാം. 3 റോ 2 കോളം നമുക്ക് എടുക്കാം. എ ബി സി ഡി ഇ എഫ്. കണ്ടല്ലോ, ഇതൊരു 2x3 ഓർഡർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം എ ബി സി ഡി ഇ എഫ് ആണ് എയുടെ ട്രാൻസ്പോസ്. ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എ ബി സി ഡി ഇ എഫ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ വില 5 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് the sum of all the diagonal elements എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ആദ്യം തന്നിരിക്കുന്നത് ഒരു 2x3 ഓർഡർ മെട്രിക്സ് ആണ്, രണ്ടാമത്തെ ഒരു 3x2 ഓർഡർ മെട്രിക്സ് ആണ്. അപ്പൊ കിട്ടേണ്ട ആൻസർ ഒരു 2x2 ഓർഡർ മെട്രിക്സ് ആണ്. ഈ 2x2 ഓർഡർ മെട്രിക്സിലെ ഡയഗണൽ എലമെന്റുകൾ മാത്രം പോരെ. ഇത് കിട്ടാൻ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് കിട്ടാൻ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു മെട്രിക്സ്. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പൊ നമുക്കിവിടെ കിട്ടുന്ന വില എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇനി ഇവിടെ എന്ത് വേണമെങ്കിലും വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. ഇവിടെയും എന്ത് വേണമെങ്കിലും വന്നോട്ടെ, നമുക്ക് ഡയഗണൽ എലമെന്റ് മാത്രം മതി. ഇനി വേണ്ടത് സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ ഡി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ എന്നാണ് വരിക. കേട്ടോ, ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ ഡയഗണൽ എലമെന്റുകളുടെ സം എടുക്കണം. എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയറിന്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇവിടെ എത്രയാ? 1 2 3 4 5 6 1 2 3 4 5 6 ഡിജിറ്റ് ആണ് അല്ലെ. 6 ഡിജിറ്റുകളാണ്. ഇവിടെ -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് സം ഓഫ് ഡിജിറ്റ്സുകളാണല്ലോ അല്ലെ. 5. ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ സ്ക്വയറുകൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ആദ്യത്തെ -2 സ്ക്വയറുകൾ ആഡ് ചെയ്താൽ 5 ആണോ കിട്ടുക? ഒരിക്കലും അല്ല, അത് കിട്ടൂല. 5 കിട്ടാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം. -2 സ്ക്വയറും അടുത്തത് -1 സ്ക്വയറും പിന്നെ ഇവിടെ 0 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വാല്യൂ 5 എന്ന ആൻസർ കിട്ടും. ഇനി ഇതല്ലെങ്കിൽ പിന്നുള്ള മാർഗം ഇവിടെ 2 സ്ക്വയർ -1 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ നമുക്ക് ആഡ് ചെയ്താൽ 5 കിട്ടും. ഇനി അതല്ലെങ്കിൽ 2 സ്ക്വയർ 1 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ നമുക്ക് ആഡ് ചെയ്താൽ 5 കിട്ടും. ഇനി അതുമല്ലെങ്കിൽ ഇവിടെ -2 സ്ക്വയറും പിന്നെ -2 സ്ക്വയറും 1 സ്ക്വയറും അല്ലെ. -2 -1 -2 1 2 -1 2 1 അല്ലെ. ഇതല്ലേ പറ്റുള്ളൂ. -2ഉം -1ഉം വന്നു, -2ഉം 1ഉം വന്നു. അടുത്ത 2ഉം -1ഉം വന്നു, 2ഉം 1ഉം വന്നു. ഓക്കെ, 0 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ 0 സ്ക്വയർ. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക്
നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. അതായത് നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഈ എയുടെ സ്ഥാനത്ത് നമ്മൾ -2 കൊടുത്തു, ബിയുടെ സ്ഥാനത്ത് -1 കൊടുത്തു, പിന്നെ സിയും ഡിയും ഈ എഫും എല്ലാം 0 കൊടുത്താലല്ലേ നമുക്ക് 5 കിട്ടുള്ളൂ. 5 അല്ലേ നമുക്കത് ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട വില 5 ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് അത്രയും കിട്ടി. ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത് വേറെന്താ? 5 കണ്ടുപിടിക്കാനുള്ള വേറൊരു മാർഗം പറയൂ. 5 കിട്ടാനുള്ള വേറൊരു മാർഗം, നമുക്ക് എല്ലാത്തിനെയും 1 കൊടുത്തൂടെ? ഇവിടെ നോക്കൂ, ഇത് 1 സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ. അപ്പൊ എത്രയായി? 5 ആയി. 2 5 ആയി. ഇവിടെ 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും അല്ലെ? ഇതിന് പകരം നമുക്ക് -1ന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ, അതേപോലെ തന്നെ -1ന്റെ സ്ക്വയർ -1 സ്ക്വയർ -1 സ്ക്വയർ 0. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇനി ഇതല്ലാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കൂ. -1ന്റെ സ്ക്വയർ അല്ലെ? -1ന്റെ സ്ക്വയർ, പിന്നെ 1 സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ 0, അത് കിട്ടും. അടുത്തത് -1 സ്ക്വയർ -1 സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ 0, അതും നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. -1 സ്ക്വയർ -1 സ്ക്വയർ -1 സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ 0, അതും നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അടുത്തത് -1 സ്ക്വയർ -1 സ്ക്വയർ -1 സ്ക്വയർ -1 സ്ക്വയർ 1 സ്ക്വയർ 0, അതും നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇത്രയും വാല്യൂസുകളാണ് നമുക്ക് എന്ത് കിട്ടുക? 1 കിട്ടുക. അത് ഇത്രയും വാല്യൂസുകളാണ് നമുക്ക് 1 കിട്ടുക. ഓക്കെ, റെഡി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതല്ലാതെ വേറെ 1 കിട്ടുന്നതല്ല, ഇത് ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 5 കിട്ടുക അല്ലെ? ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് പറയാം. ഈ 0 സ്ക്വയർ 1 സ്ക്വയർ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 5 ആണ്. ഇത് എല്ലാം കൂടെ ആഡ് ചെയ്താൽ 5 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 5 ആണ്. ഇത് ആഡ് ചെയ്താൽ 5 ആണ്. അതേപോലെ 5 കിട്ടുന്നത് ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്താൽ 5 കിട്ടും. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്താൽ 5 കിട്ടും. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്താൽ 5 കിട്ടും. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്താൽ, കാരണം എല്ലാം 1 അല്ലേ, നമ്മൾ മൈനസും പ്ലസും അങ്ങോട്ട് മാറ്റിയെന്നല്ലേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ വാല്യൂ ഒന്ന് എടുക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ മക്കളെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ മൊത്തം 6 ഡിജിറ്റ് ആണ്. 1 2 3 4 5 6. ഈ 6 ഡിജിറ്റില് ഈ തന്നിരിക്കുന്ന ഇത്രയും പോർഷൻസ് നോക്കിയാൽ നമുക്കറിയാം, ഇതില് 2 എണ്ണം 3 പേര് 4 പേര് ഐഡന്റിക്കൽ ആണ് അല്ലെ? 4 പേര് ഐഡന്റിക്കൽ ആണ്, ബാക്കിയുള്ളത് ഡിഫറെന്റ് ആണ് അല്ലെ? 4 പേര് ഐഡന്റിക്കൽ, ബാക്കിയുള്ളത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കിയേ. 6 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ, അത് എത്ര ടൈംസ് ഉണ്ട്? ഇൻറ്റു 4 ടൈംസ് ഉണ്ട്, പ്ലസ് അല്ലെ? പ്ലസ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ എല്ലാം ഒരേപോലെ വരുന്നത് എത്ര എണ്ണം ഉള്ളത്? 5 എണ്ണവും സെയിം ആയിട്ടുള്ളത് 2 എണ്ണമാണ്. 5 എണ്ണവും സെയിം ആയിട്ടുള്ളത് ഇത് മാത്രമാണ് അല്ലെ? 5 എണ്ണവും സെയിം ആയിട്ടുള്ള ഇത് മാത്രമാണ്. അപ്പൊ അത് 6 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ, ഇതും വരും. 5 എണ്ണം സെയിം ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 6 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 2, അത് 2 എണ്ണം ഉണ്ട്, പ്ലസ്. അടുത്തത് നമുക്കിവിടെ നോക്കാം, 4 എണ്ണം സെയിമും 4 എണ്ണം സെയിമും 2 എണ്ണം ഡിഫറൻറ്റും. അത് ഏതൊക്കെയാണ് നോക്കി. ഇവിടെ നോക്കൂ, ഇത് 1 സ്ക്വയർ 1 സ്ക്വയർ 1 സ്ക്വയർ 4 എണ്ണം സെയിം, 2 എണ്ണം ഡിഫറൻറ്റ്. ഇതും അതേപോലെ തന്നെ -1 സ്ക്വയർ -1 സ്ക്വയർ, ഇത് 4 എണ്ണം സെയിം, 2 എണ്ണം ഡിഫറൻറ്റ്. അപ്പൊ ഇത് രണ്ടും ഈ തന്നിരിക്കുന്ന 2 എണ്ണം കണ്ടല്ലോ, ഇത് രണ്ടും കൂടി നമുക്ക് എങ്ങനെ എടുക്കാം? 4 എണ്ണം സെയിം ആണ്. അപ്പൊ നമുക്ക് പറയാം 6 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ, അത് 2 എണ്ണം ഉണ്ട്. ഓക്കെ, പ്ലസ്. അടുത്തത് ഇവിടെ നോക്കൂ, ഈ തന്നിരിക്കുന്നിടത്താണെങ്കിൽ 3 എണ്ണം സെയിം, ഇവിടെയും 3 എണ്ണം സെയിം, പിന്നെ 2 എണ്ണം വേറെ, ഇവിടെയും 2 എണ്ണം വേറെ, പിന്നെ സിംഗിൾ ഓരോന്നോരോന്ന് അല്ലെ? അങ്ങനെ വരുന്ന 2 വാല്യൂസ് ആണുള്ളത്. അപ്പൊ ഇവരെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ, അത് നമുക്ക് ഇങ്ങനെ പറയാം, 6 ഫാക്ടോറിയൽ ബൈ
മൂന്നെണ്ണം ഒരേപോലത്തത്, പിന്നെ രണ്ടെണ്ണം ഒരേപോലത്തത്, അത് രണ്ടെണ്ണം വീതമുണ്ട്. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നമുക്ക് ആൻസർ ഇടാം. 6 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 5 4 ഫാക്ടോറിയൽ വെട്ടിപ്പോകും, പിന്നെ അവിടെ 4 വരും, പ്ലസ് 6 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ വെട്ടിപ്പോകും, ഇവിടെ 2 ആവും, പ്ലസ് ഇവിടെയും 6 ഇൻറ്റു 5 4 ഫാക്ടോറിയൽ വെട്ടിപ്പോകും, ഇവിടെ 2 ആവും, പ്ലസ് ഇവിടെ 6 ഇൻറ്റു ഈ 2 ഫാക്ടോറിയലും 2ഉം വെട്ടിപ്പോവും, 6 ഇൻറ്റു 5 ഇൻറ്റു 4 3 ഫാക്ടോറിയൽ ക്യാൻസൽ ആയി. ഫൈനൽ ആൻസറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 30 ഇൻറ്റു 4 120, അപ്പോൾ 120 പ്ലസ് അടുത്തത് 6 ഇൻറ്റു 2 12, അടുത്തത് 30 ഇൻറ്റു 2 60, അടുത്തത് 30 ഇൻറ്റു 4 120. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വില 2 6 8 9 11 1 റിമൈൻഡർ 1 312 ആണ് ആൻസർ. 312 നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ.